ആരായിട്ട് ജിമ്മിൻ്റെ അവിടെ പറഞ്ഞു. ജിമ്മിനിക്ക് ഷോക്കായിരുന്നു. ഇത് വിട്ടാൽ ശരിയാണ്. ജിമ്മിന് പറഞ്ഞു ഞാൻ അവളെ മാരേജ് കഴിച്ചോളാം. സാർ അതെങ്ങനെ? എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടായിരുന്നു. വീട്ടുകാരോട് പറഞ്ഞു എന്ന് ജിമ്മിൻ പറഞ്ഞുകൊണ്ട് ജിമ്മിനാണ് അവളെ വീട്ടുകാരോട് സംസാരിച്ചു. ജിമ്മിന് ഹീറോയുടെ ചേട്ടൻ കൂടി ലാംഗ്വേജ് കറക്റ്റ് പഠിച്ചു വരുന്നു. ഹീറോയിൻ്റെ വീട്ടുകാർക്കുള്ള ഓക്കെ ആയി. അവന് മാരേജ് ഇവന് മാരേജ്. അവൻ ബിസിനസ് അവൻ പഠിച്ചു കഴിഞ്ഞിട്ട് അവൻ വേറെ കമ്പനിക്ക് അവൻ ജോയിൻ ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് അവൻ വരുന്ന മുമ്പ് മാരേജ് ചെയ്യിപ്പിക്കണമെന്ന് പ്ലാൻ. ഹീറോയ്ക്ക് അറിയില്ല. ജിമ്മിൻ്റെ വീട്ടിലെല്ലാം ഓക്കെ ആയി. അങ്ങനെ വീട്ടിലൊക്കെ ഹീറോയിനോട് നിങ്ങൾക്ക് ഇത്ര നാൾ ലീവ് ഉണ്ടെന്ന് ഹീറോയിനോട് 1 month ലീവ് എന്ന് പറഞ്ഞ ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇന്ത്യയൊക്കെ പോയി. ജിമ്മിനും ഹീറോയ്ക്കും മാരേജ് അറിയാതെ പാവം അവൾ അവിടെ നിന്ന് ഇന്ത്യയൊക്കെ പോയി. അങ്ങനെ ഹീറോയിൻ വീടെല്ലാം നല്ല റിക്വസ്റ്റ് ചെയ്ത് തുടങ്ങി. ഹീറോയ്ക്ക് കൺഫ്യൂസായി പൊടി. അങ്ങനെയായിട്ട് ഹീറോയിൻ നന്നായിട്ട് ഉറങ്ങുമായിരുന്നു. നൈറ്റായിരുന്നു, നല്ല ഉറക്കമായിരുന്നു ഹീറോയ്ക്ക്. നമ്മൾ വീട്ടുകാരോട് ശ്രദ്ധ ഉണ്ടാക്കാതെ അവൾ കുടിക്കുന്ന ഒരു ഫുഡ് ഒരു ഉറക്കുന്ന ടാബ്ലറ്റ് കൊടുക്കുന്നത് നല്ല ഉറക്കുന്നത് പുളിയെ കൊടുത്തുമായിരുന്നു. ഹീറോയിൻ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് മൊയിലാഞ്ചി എല്ലാം വെച്ച് കഴിഞ്ഞ് രാവിലെയാണ് മാരേജ്. അത് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ നല്ല ഉറക്കമായിരുന്നു. എന്തോ ഒരു പാർട്ടിയാന്ന് വെച്ച് പോയി. ഹീറോയിനോട് ആരും പറഞ്ഞില്ല. ജിമ്മിന് പറഞ്ഞു തന്നെ ഇവൾക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നെ. അതുകൊണ്ട് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോയിൻ നല്ല ഉറക്കം. രാവിലെ എണിച്ച് നോക്കുമ്പോൾ എന്താ ഇവിടെ എണിടി എന്തമ്മ കുളിക്ക് ശരി. അതായത് ഹീറോയി കുളിക്കാൻ പോയിരുന്നു. ഇല്ല നിൽക്കടാ എന്താ മോം ഈ ഓയിൽ കൈക്ക് വയ്ക്ക്. എന്തിനാ മോം കോക്കനട്ട് ഓയിൽ എന്തിനാ വാടി ഇങ്ങനെ കൈയെല്ലാം കവന്നു. മോം എപ്പോൾ ഇത് വെച്ചത്? എന്തിനാ? ഇല്ലമ്മ ഒരു ചെറിയൊരു ജോലിയുണ്ട് അതൊക്കെ വെച്ചതെന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലല്ല. ഹീറോ മൊയിലഞ്ചി എല്ലാം വെച്ചു നന്നായിട്ട്. മൊയിലഞ്ചി വെച്ചിട്ട് നല്ല ചോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് മൊയിലഞ്ചി എല്ലാം വെച്ചായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. കൺഫ്യൂസിലുണ്ടായിരുന്നു ഹീറോയിൻ. അതിനായിട്ട് റെഡി ആവാൻ തുടങ്ങിയായിരുന്നു. സാരി എടുപ്പിക്കുമായിരുന്നു അമ്മ. എന്തിനാ മോം സാരി എടുക്കുക? അങ്ങനെ ബ്ലൗസ് അതെല്ലാം വെച്ചായിരുന്നു. ഹീറോയിനെ ഫ്രണ്ട് കുറച്ച് ഗേൾസ് വന്ന് ഹീറോയിനെ മേക്കപ്പ് ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് അറിയില്ല ഒരു ഷോർട്ട് ഡ്രസ്സാണ് അതിന് ഹീറോയ്ക്ക്. പിന്നെ ബ്ലൗസെല്ലാം ഇട്ട് നല്ല മേക്കപ്പ് വെച്ചാൽ തുടങ്ങി. സാരി എടുപ്പിക്കുക ജ്വൽസ് എല്ലാം വെക്കാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല അതിന് മാരേജ് എന്ന്. അങ്ങനെ കല്യാണ പെണ്ണായി റെഡിയാക്കിയിട്ട് ഹീറോയിനെ മണ്ഡപത്തിൽ കൊണ്ടുപോയി. ഇതുകൊണ്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അമ്മ എന്താ ഇവിടെ നടക്കുന്നത്? എനിക്ക് മാരേജ് ഫ്രീയാന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ഷോക്കായി. മാരേജ് ഹസ്ബൻഡ് ആരാന്ന് ഹീറോയിൻ നോക്കായിരുന്നു. അവിടെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അയ്യോ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ കല്യാണം നടന്നു. അങ്ങനെ താലി കെട്ടാൻ പോകുമ്പോൾ ഹീറോയിൻ ഇനി നോക്കി ഷോക്കായി. എന്ത് ഇവരാ ഒന്ന് ഷോക്കായി പോയി. കണ്ണെല്ലാം വെളിയിൽ വന്ന് ഹീറോയുടെ ഫ്രണ്ട്സ് ചിരിക്കായിരുന്നു. എന്തായാലും കോമഡി നടക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ മിയാക്കും ഹീറോയിൻ്റെ ചേട്ടനക്കും നല്ല സെറ്റായിരുന്നു. അവർക്ക് രണ്ടാൾക്കും എൻഗേജ്മെൻറ്റ് അവിടെ നിന്ന് ചെയ്തുമായിരുന്നു. അങ്ങനെ ഇവർക്ക് മാരേജ് ചെയ്യാൻ പറഞ്ഞു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അങ്ങനെ മാരേജ് നടന്നായിരുന്നു. ഇപ്പോൾ ഹീറോയിനെ റൂമിൽ കൊണ്ടുവന്ന റൂമിൽ പാലെടുത്ത് ഹീറോയി ഷോക്കിൽ അകത്ത് വന്നു. ജിമ്മിൻ സ്മോക്ക് ചെയ്തായിരുന്നു. അകത്ത് പോകാമെന്ന് പറഞ്ഞു. ഹീറോയി ഷോക്ക് ജിമ്മിനോട് കേൾക്കായിരുന്നു. എന്താ ഇങ്ങോട്ട് പോവാ. ജിമ്മിനെ പിടിച്ച് ഹീറോയിനെ ഗ്ലൗസ് ഇട്ട് കിസ് ചെയ്തായിരുന്നു. ഹീറോയിൻ ഇവിടെ തന്നെ എന്താ ചെയ്യുന്നത്? അവർക്ക് എല്ലാം നടന്നു. ഹീറോയി ടേസ്റ്റ് പോകാതാണ്. ഹീറോയിൻ്റെ ചേട്ടനക്ക് മാരേജായി. ഹീറോയ്ക്ക് അങ്ങനെ ബേബീസ് ജനിച്ചു. ഹാപ്പി എൻഡിങ് സ്റ്റോറി.